ഇനി വേറൊരുത്തനുണ്ട്. കക്ഷി മെഡിക്കൽ റെപ്പാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കമ്പനിയുടെ ഗുഡ് സർവീസ് എൻട്രി വാങ്ങിയവനാ. യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആള് സ്മാർട്ടാ. പക്ഷെ ഒരേ ഒരു വീക്ക്നെസ്, അവന്റെ ഭാഷയെ പറഞ്ഞ ഒരു ത്രില്ല് എന്ന് വെച്ചാൽ ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കണ്ട കേറി അങ്ങ് പ്രേമിക്കും. പ്രേമിക്കുന്നത് പോലെ തന്നെ തഴയാനും എടുക്കന. തിരുവല്ലാക്കാരൻ അച്ചായൻ. എന്താണ് ആ കക്ഷിയുടെ പേര്? മാത്യു നൈനാൻ കോശി. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ തങ്ക മനേഴ്സിന് ദാ പേന. ഇതിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. ആ മേഴ്സിക്കുട്ടിക്ക് കീ ചെയിൻ. എന്ത് കിട്ടിയാലും പൂട്ടി വെക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് കീ ചെയിൻ. ആ മേരിക്കുട്ടിക്ക് ഡയറി. ജീവിതാനുഭവങ്ങൾ എഴുതാൻ കുറെ കടലാസ് താളുകളാവട്ടെ എന്ന് കരുതി. ആ വഹീദയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു സാധനം. എന്താ എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ. ബാക്കി എനിക്ക് അപ്പുറത്ത് കൊടുക്കാനുണ്ട്. ഓക്കെ. അല്ല സിസ്റ്റർ പുതിയായിട്ട് വന്നാണോ? അതെ, ഞാൻ കോട്ടയം സീജയിലായിരുന്നു. പേരെന്താ? സിസിലി. ബ്യൂട്ടിഫുൾ നെയിം. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. സിസിലി സിസ്റ്ററിന് ഒരു പേനയും കീ ചെയിനും ഇരിക്കട്ടെ. അപ്പൊ എഴുതുകയും പൂട്ടുകയും ഒക്കെ ചെയ്യാമല്ലോ. എനിക്ക് ഡോക്ടർ മനോമോഹനെ ഒന്ന് കാണും. അടുത്ത പ്രാവശ്യം ഗംഭീര ഗിഫ്റ്റുകളാണ്. ഓക്കെ. സിസ്റ്ററെ, ഈ ഡോക്ടർ മേബിൾ സൈമൺ പുതിയ ഡോക്ടറാ? ഞാൻ ചാർജ് എടുത്തതേ ഉള്ളൂ. എനിക്കൊന്ന് കാണണമായിരുന്നില്ല. ഇപ്പൊ തന്നെ കാണാം. താങ്ക് യു. May I come in? Yes. 8 രൂപയുടെ കാബേജ് തോരൻ കൂട്ടിയാലേ ശരിയാവത്തില്ല. താൻ ബീറ്റ്റൂട്ട് എടുക്ക്. അതും സാറിന് ശരിയാവില്ല. ശരിയാവില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. തക്കാളിയുടെ വില പറയണോ? 7.80. 1 കിലോയ്ക്കാണോ? അല്ല, 1/4 കിലോയ്ക്ക്. വേണമെങ്കിൽ വാങ്ങിയാ മതി സാറേ. തക്കാളി ഒരു 1/2 കിലോ വേണമായിരുന്നു. എങ്ങനെ കൊടുക്കുന്നു പറ. തൂക്കി നല്ല കട്ടിയുള്ള പത്രക്കടലാസിൽ പൊതിഞ്ഞു കൊടുക്കും. എന്താ വേണോ? തമാശ പറഞ്ഞതാ? അല്ല, കോമഡി. കുറെ നേരം ആയല്ലോ മനുഷ്യനെ മെനക്കെടുത്താൻ തുടങ്ങിയിട്ട്. കാശ് എടുക്കണം സാറേ. എത്രയായിരുന്നു പറ. 12 രൂപ 95 പൈസ. സാധനങ്ങളുടെ വില പോയൊരു പോക്കേ. ഈ കണക്കിന് മനുഷ്യൻ തെണ്ടിയത് തന്നെ. ബാക്കിതാ. അല്ല, 12.95 ഇത് മുഴുവനായില്ല. ഒരു 5 പൈസയുടെ കുറവുണ്ട്. അങ്ങനെ ഇപ്പൊ കുറക്കണ്ട. ഇങ്ങെടുത്തേ. ചില്ലറ ഇല്ല സാറേ. ചില്ലറ ഇല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് വരണം. 5 പൈസ വെറുതെ കിട്ടൂല്ലോ. ഒരു 4 ഇങ്ങെടുത്തേ. എന്തെടുത്താലും ഒരു 95ന്റെ കണക്ക്. ഇതെന്താണ്? ബാറ്റയുടെ ചെരുപ്പാ. ചേട്ടാ, 2 കറിവേപ്പില ഞാൻ എടുത്തോട്ടെ. ഓസിൽ കൊടുക്കാൻ ഇവിടെ കറിവേപ്പില ഇല്ല സാറേ. സാറ് ചെല്ലേ. അപ്പോഴേ നാളെ മുതലേ അപ്പുറത്തെ കടയിൽ നിന്ന് മലക്കറി വാങ്ങിയാൽ മതി. എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ആലോചിച്ചോളാം. എൻ്റെ ഒരു പുളുത്തിയ കട. അപ്പുറത്തെ കടക്കാരൻ ഇത് തന്നെ പറഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? ഓ പാവം, ചെവി കേൾക്കാൻ വയ്യ. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? നീന രാജശേഖരനല്ലേ? അല്ല. LIC ജോലിയുള്ള രാജശേഖര സാറിന്റെ മകള്? അല്ല. കൺഫ്യൂഷൻ ആയി. ഗായത്രി മേനോൻ അല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയരുത്. ഗായത്രി മേനോൻ തന്നെ. ഞാൻ സമ്മതിക്കില്ല. കുട്ടി തന്നെ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. പിന്നെ എവിടെ? സിനിമാ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച കുട്ടി അജന്ത തിയേറ്ററിൽ വന്നില്ലേ? ഞങ്ങൾ ശ്രീബാലയിലാണല്ലോ പോയത്. അതെ. കുട്ടിയുടെ പേരെന്താ? അനിത മേനോൻ. മിസസ് മേനോന്റെ മോളല്ലേ? മമ്മി എനിക്ക് നല്ലപോലെ അറിയാം. ഐ എം മാത്യു നൈനാൻ കോശി, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്.
അതായത് ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള്. ഡോക്ടേഴ്സ് ഡോക്ടർ. ഇവരൊക്കെ ഫ്രണ്ട്സ് ആവുമല്ലേ? അതെ. എന്താ കുട്ടിയുടെ പേര്? എൽസി. ബസ് വന്നു, ഞങ്ങൾ പോട്ടെ. ആ, പിന്നെ മമ്മിയോട് പ്രത്യേകം പറയണം, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. ആ, വരട്ടെ അങ്കിൾ. മാത്യു, ടാറ്റാ. എന്താടാ തൂക്കിട്ടിരിക്കുന്നത്? പാർട്ടി സമ്മേളനത്തിന് കൊടി തൂക്കുന്നത് പോലെ. അയ്യേ, ഇതെന്താ? അതെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടെന്ന്. അവന്റെതാ. നിന്റെ ഡബിൾ കോട്ടല്ലേ, അവനെയും കൂടെ ഒന്ന് കിടത്തണം. കിടത്തും കിടത്തും. ഞാൻ ഡബിൾ ബെഡ് മേടിച്ചിട്ടിരിക്കുന്നേ എനിക്ക് വിശാലമായിട്ട് കിടക്കാനാ. എല്ലാം കൂടെ ഞാൻ വലിച്ചെടുത്ത്. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിച്ചാ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ഇവനാണ് കോശി. ഇത് രാമമൂർത്തി. ഇവിടെ ഫെമിന ട്യൂട്ടോറിയൽ കോളേജിൽ വാദിയരായിട്ട് വന്നിരിക്കുക. അന്നാമ്മയും ശ്രീജമോളും പഠിക്കുന്ന ഫെമിന ട്യൂട്ടോറിയല്ല. ഇയാളെ പിടിച്ച് അവിടെ കയറി പറ്റാം. ഇരിക്കി. ദാ, ഇവൻ എന്റെ ആത്മാർത്ഥ സ്നേഹിതനാ. ഇവന്റെ ഫ്രണ്ട് ആവുമ്പോ രാമമൂർത്തി എന്റെയും ഫ്രണ്ടാ. വി ആർ ഓൾ ഫ്രണ്ട്സ്. ഇനി ഒന്നും പേടിക്കാനില്ല. നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാം. നല്ലപ്പാണ്. എന്നാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ. നാളെ കൊള്ളാം. അല്ല, എല്ലാരും വേണം മോന്താൻ. ചായ റെഡി. വാ, ചൂടായിട്ടൊരു ചായ കുടിക്കാം. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ. പവിത്ര, മാത്യു, പാല് വന്നോ നോക്ക്. നിനക്ക് പോയാലെന്താ? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പവിത്ര, ഞാനാ പോയത്. മാത്യു പോട്ടെ. ഇന്ന് എന്റെ ദിവസമല്ലേ? എങ്കിൽ എല്ലാവരും ഇന്ന് ചായ കുടിച്ചത് തന്നെ. എങ്കിലും ആരും ചായ കുടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ കോളേജിലേക്ക് പോവാ. അയ്യോ, സമയം നില്ലേ, ഞാൻ പള്ളിയിൽ പോന്ന വഴിയാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ്. രാവിലെ നടക്കല്ലേ? ഇവന്റെ ഈ തിരക്ക് കണ്ടെത്തൊന്നും സാമിയല്ല, ഇവനാണ് പഠിപ്പിക്കാൻ പോണത്. ഇനി ആ കോളേജിലെ പെമ്പിള്ളരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇവൻ മിക്കവാറും അവിടവും കുളവാക്കും. സ്വാമിയേ, തടി സൂക്ഷിച്ചോണ്ടേ. താങ്ക്സ്. വരട്ടെ. ഇവരൊക്കെ സ്റ്റുഡൻസാ ടീച്ചേഴ്സാ? കുട്ടികളാ, കണ്ടാ അറിയല്ലേ. എന്താ ഇത്ര ധൃതി? ടൈം ആയില്ലല്ലോ. അയ്യോ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സമി, ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ട്യൂട്ടോറിയൽ കോളേജിന് ആകമൊക്കെ ഒന്ന് ചുറ്റിക്കാണോന്ന്. ഞാനിവിടെ വരാല്ലേ? വേണ്ട. അപ്പൊ ഇനി ഒരു ദിവസം അല്ലേ? അതാ നല്ലത്. ആ, പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അയ്യോ, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചു. പറ്റില്ല. ഭക്ഷണമൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വന്ന് സ്വാമിയെ പിക്ക് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാം. വൈകിട്ട് ഞാൻ തന്നെ വരും. അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ലേറ്റായി. വരട്ടെ. എന്റെ അമ്മോ, എന്നാ ഉരുപ്പടികളാ. ചുമ്മാ അല്ല സ്വാമി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്നത്. ഹലോ, ഞാൻ നിങ്ങളുടെ രാമമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. എന്താ പേര്? പേരയ്ക്ക. രാമമൂർത്തി സാറിന് ഇവിടെ നല്ല പേരാന്ന് തോന്നുന്നു. എന്റെ അമ്മേ, നീ എന്താ സദ്യ നടത്താൻ പോകുന്ന? എന്താ നീ കളിക്കല്ലേ? 2 ആഴ്ചത്തോളം മലക്കറിയാണിത്. അല്ലെങ്കിലും അടുക്കള ഭരണം നിന്നെ ഏൽപ്പിച്ചാലേ മനുഷ്യ കുത്തുവാള എടുക്കും. എടാ, എന്തെങ്കിലും കഴിക്കുമ്പോ അല്പ സ്വല്പ രുചിയായിട്ട് കഴിക്കണം. അല്ലാതെ നക്കി പിശിക്ക് ഒരുമാതിരി പുളിവെള്ളം കുടിക്കുന്ന പോലെയല്ല. 2 കഷ്ണം കൂടുതൽ ഇട്ടെന്ന് ഞാൻ ഒന്നും സംഭവിക്കാനില്ല. എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്. ഇത് മുഴുവൻ കൂടെ എടുത്തിട്ട് ഇതെന്തിനാ? മുളക് പൊടി രുചി കൊടുത്തടാ. ദേ ഒരൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. തെണ്ടിന്റെ അച്ഛൻ കത്തി. എന്താ വാടേ രാവിലെ ഒരു കലബല? ഓ, ഇങ്ങ എത്തിയല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചുറ്റലൊക്കെ കഴിഞ്ഞ് മാമുണ്ണാനിങ് എത്തിയാ മതിയായിരുന്നു. ഊണ് റെഡി ആയില്ലേ? നോക്കിക്കാതെ അരി എടുത്ത് കഴിയും അടുപ്പിലിടാ. നോക്കി നിൽക്കാൻ അരി എടുത്ത് അടുപ്പത്തിടാൻ. അല്ല, എന്നോടാണോ? ആ, അയ്യോ, ഈ അരി മുഴുവൻ വേണോ? പോടാ ദരിദ്രവാസി. ഇവനൊക്കെ തീറ്റി പറ്റണമെങ്കിൽ റേഷൻ കട തുടങ്ങണം. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? നമ്മുടെ താമസം കുറച്ചുകൂടി സിറ്റിക്ക് അടുത്തോട്ട് മാറ്റിയാലോ എന്ന്. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, സിറ്റിക്ക് അടുത്താകുമ്പം സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ആഫീസിൽ പോകാനും ഒക്കെ സൗകര്യമാകും. എനിക്കിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. നമ്മുടെ പട്ടര ട്യൂട്ടോറിയൽ കോളേജിനടുത്ത് രസ്യനൊരു വീട്, ടൂലറ്റ് എന്ന ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അയ്യടാ, അവിടെ ആവുമ്പോ നിനക്ക് ട്യൂട്ടോറിയൽ പോകുന്ന പെമ്പിള്ളരെ സൗകര്യമായിട്ട് ലൈൻ അടിക്കാമല്ലോ. എന്നിട്ട് വേണം നാട്ടുകാർ മേയാൻ. എടാ, നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. ഒരു പായും തലേണ അവിടെ കൊണ്ടിട്ട് തരാം. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലേ? വേണ്ടെങ്കിൽ വേണ്ട. ആ, അതാ നല്ലത്.
അരി കഴിയിട്ടില്ലേടേ? വേഗം വാ. ദാ നോക്ക്. അയലത്തെ ടെറസിലൊരമ്പിളി വിടർന്നു, അലകടലായൻ മനമുണർന്നു. എന്തോ നടേ അവിടെ? ആ, ആ. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? പട്ടി പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ഇവന്റെ മുഖം കണി കണ്ട അന്നൊരൊറ്റ പെമ്പിള്ളൊരു വീഴത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നീ വാടേ. എല്ലാം റെഡി ആയിട്ട് ഉണ്ണാനാകുമ്പോ വിളിക്കട്ടാ. ആ പോടാ അവിടുന്ന്. ജോലി തീർക്കടേ. ആ കൃഷ്ണവേണിയുടെ കാര്യം എന്തായി? ഒരു കരക്കെടുത്തോ? ആ അടുത്തു. കൊടുകൈ. പക്ഷെ അവൾ അടുത്തത് എന്റെ അടുത്തല്ല. അസിസ്റ്റന്റ് മാനേജർ ഇല്ലേ അലവലാതി വായിൽ നോക്കി ശ്രീനിവാസൻ, അവന്റെ അടുത്താ. അടുത്ത മാസം കല്യാണമാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ. നീ ഒരു കാര്യം ചെയ്. ആ പുതിയതായിട്ട് വന്ന ടൈപ്പിസ്റ്റ് ഇല്ലേ മീനാകൃഷ്ണൻ, അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുക. ഞാനൊരു കൈ നോക്കാം. അല്ല അത് ശരിയാവൂല ചേ. എന്താ ശരിയാവാത്തത്? എനിക്ക് അവളോട് ചെറിയൊരു സെന്റിമെന്റ്സ് ആണ്. അതെ. എടേ, ഈ നാട്ടിൽ കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പെമ്പിള്ളേരുണ്ട്. അതിന് നീ അവരെയൊക്കെ ഒന്ന് പ്രേമിക്ക്. ഒരു സേവനം. എന്തോന്ന് സേവനം? അവരുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതുണ്ടാവാതിരിക്കാനാണല്ലോ ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഒരു 2 നമ്പർ കാച്ചിത്താ. നമ്പർ കാച്ചണമെങ്കിലേ മറ്റവനെ 2 അടിക്കണം. മറ്റവനോ? ആ 11 മിലിറ്ററി രാമൻകുട്ടി. അവനെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്കിലെടേ, അവനെ അടിച്ചാലേ അതൊക്കെ പറയാൻ ഒരു മൂഡ് വരും. ഇപ്പൊ കൊണ്ടുവരാം. ദേ രവി, വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. നല്ല ഒന്നാന്തരം സാധനമാ. മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ചുളിവിൽ വാങ്ങിച്ചതാ. 75 രൂപ 75 പൈസ കൊടുത്തുള്ളൂ. നീ വളച്ചു കെട്ടൊന്നും വേണ്ട, കാര്യം മനസ്സിലായി. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 25 രൂപ 25 പൈസ എഴുതിയിട്ടുണ്ടെന്നല്ലേ? അത് ഞാൻ ആദ്യമേ എഴുതി. ഇത് വാങ്ങാൻ പോയ വഴിക്ക് പെട്രോൾ അടിച്ചതിന്റെ കാശ് എനിക്കാണ് ഇഷ്ടം. എച്ചിക്കണക്ക് പറയാതെ ഒഴിക്കണേ. ഹലോ, യെസ്, മാത്യു നൈനാൻ കോശി ഹിയർ. ആ കൊടുക്കാം. ഡേ നിനക്കാ. ആരടാ? ആരാന്ന് ചോദിച്ചില്ല.